കരയിലുള്ള ഈ മനോഹര കാഴ്ചകളേക്കാൾ അത്ഭുതങ്ങളുള്ളത് എവിടെയാണ്? കടലിനടിയിലാണ്. അപ്പോൾ ആഴക്കടൽ കാഴ്ചകളുടെ വിസ്മയ ലോകം തീർക്കുകയാണ് കൊച്ചിയിലെ CMFRI. 3 വർഷം മുൻപ് കോഴിക്കോട് കടൽ തീരത്തടിഞ്ഞ തിമിംഗലത്തിന്റെ 14 മീറ്റർ നീളമുള്ള അസ്ഥികൂടവും അപൂർവ ഇനം സസ്യജന്തുജാലങ്ങളുടെ ശേഖരങ്ങളും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. ഇനി കാഴ്ചകൾ കാണാം. ആഴക്കടലിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്? സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ എങ്ങനെ? ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരു കൗതുകമുണ്ടായിരിക്കും. അതിനുള്ള അവസരമൊരുക്കുകയാണ് കൊച്ചിയിലെ CMFRI. അപ്പോൾ ഇത് നമ്മുടെ ബലീൻ കാറ്റഗറിയിൽ വരുന്നൊരു വെയിലാണ്. ഏകദേശം 16 മീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ലെങ്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്പെസിമെൻ 14 മീറ്റർ ഉള്ളതാണ്. ഇത് 54 വെർട്ടിബ്രൽ ബോൺസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ സയൻറ്റിഫിക്കലി തന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എല്ലാ അസംബ്ലിയും കൃത്യമായി വെച്ച് ഒരു പബ്ലിക് അവയർനെസ്സിനും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിവരം കിട്ടുന്നതിനും വേണ്ടിയിട്ടായിട്ട് അസംബിൾ ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. വർഷക്കാലം ഇത് ലൈവായിരുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻഡേഞ്ചേർഡ് ആണ്, വംശനാശ ഭീഷണി നേരിടുന്ന മീനാണ്. വേദനയറിയാത്ത സൂര്യകിരണങ്ങൾ കണ്ട് സഞ്ചരിക്കുന്ന സൺഫിഷ്, തീരത്തണഞ്ഞാൽ സുനാമി വരുമെന്ന് പറയപ്പെടുന്ന ഓർഫിഷ്, ഇനിയും പരിണാമം സംഭവിക്കാത്ത ചേമ്പേർഡ് നോട്ട്ലസ്, നീലരക്തമുള്ള ഹോഴ്സ്ഷൂ ക്രാബ്, തിമിംഗല സ്രാവ്, ചക്രവർത്തി മത്സ്യം തുടങ്ങി അപൂർവ ശേഖരങ്ങൾ. മുതൽ CMFRI സമാഹരിച്ച 1000-ലധികം കടൽ ജീവികളുടെ സാമ്പിളുകൾ മ്യൂസിയത്തിലുണ്ട്. കടൽ മത്സ്യങ്ങൾ, പാമ്പുകൾ, പക്ഷികൾ, പായൽ, പുല്ല്, മുത്തുച്ചിപ്പി തുടങ്ങി ജെല്ലി ഫിഷ് വരെ എത്തുന്ന ശേഖരം. എവറി ഇയർ അറൌണ്ട് 20,000 to 25,000 ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. സോ നമ്മൾ ഈ ഒരു 3D ഗാലറി വെച്ചിട്ട് അവർക്ക് മൂവ് ചെയ്ത് കാണാൻ പറ്റും ഫിഷിൻ്റെ എങ്ങനെയാണ്, കളർ എന്താണ്, ഏത് ടൈപ്പാണ്, അതിൻ്റെ അടിയിലെ ചിറക് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ. പിന്നെ അത് കൂടാതെ നമുക്കൊരു 2D ഉണ്ട്. 2Dയിൽ എല്ലാ ഫിഷിൻ്റെ ഡീറ്റെയിൽസും മുഴുവനുണ്ട്. കടലാഴങ്ങളിലെ വലിയ ജീവികളുടെ പ്രത്യേകതകളും ശാസ്ത്രീയ പഠനങ്ങളും പരിചയപ്പെടുത്തുന്ന സ്ഥിരം മറൈൻ മെഗാഫോണം മ്യൂസിയം തുറക്കുകയാണ് CMFRI. ഇൻ ടോട്ടോ ഇറ്റ്സ് എ വെരി നൈസ് വൺ. കുട്ടികൾക്ക് നല്ലതാണ്, പഠിക്കുന്നവർക്കും അധ്യാപകർക്കും റിസർച്ചിനുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. വളരെ നന്നായിട്ടുണ്ട്. അവരുടെ അറേഞ്ച്മെൻറ്റ്സും ഡിസ്പ്ലേസും ഒക്കെ നന്നായിട്ടുണ്ട്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ, പുതിയ അറിവുകൾ. വരണം ഒരിക്കലെങ്കിലും ഇവിടെ. കൊച്ചിയിൽ നിന്ന് അഭിശങ്കറിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.